ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നമുക്കൊപ്പം ചേരുന്നു. പശ്ചിമ ബംഗാൾ ഗവർണർക്കെതിരെ ഉയർന്നിരിക്കുന്ന പരാതി, ആ പരാതിയിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴൊക്കെ ഗവർണർ പ്രതികരിച്ചത് ഒരു നിയമപരമായ പരിരക്ഷ ഗവർണർക്കുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണം ഒക്കെ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത്തരം പരിരക്ഷ കിട്ടുമോ? ഏത് ആരോപണമായാലും ആരോപണം മാത്രമാണ് തെളിവ് ലഭിക്കുന്നത് വരെ. അപ്പോൾ തെളിവ് അതിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായി എന്തെങ്കിലും ലഭിച്ചു എന്ന് കരുതാൻ നിർവാഹമില്ല. അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയമായ വിരോധം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യുകയാണ്, അതിനെ നേരിടും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് അഭിപ്രായം വരുമ്പോൾ മറുഭാഗത്ത് തെളിവുകൾ വരാത്ത കാലത്തോളം ബംഗാൾ ഗവർണർ പറയുന്നതിനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹം പറയുന്നത് എനിക്ക് തെളിവുകളൊന്നുമില്ല, ഇതുവരെ വന്നിട്ടില്ല. രണ്ടാമത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണറെയും രാഷ്ട്രപതിയെയും രണ്ട് പോസ്റ്റുള്ളവരെ അവർ ആ ഔദ്യോഗിക സ്ഥാനത്തിരിക്കും പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ സംബന്ധിച്ചുള്ള നടപടികൾ പാടില്ല, സാധ്യമല്ല. രാഷ്ട്രപതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ നിലപാടുകൾ എടുക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഗവർണർ എന്ന് പറയുന്നത് പ്ലീസ്ഡ് ബൈ ദി രാഷ്ട്രപതിയാണ്, യൂണിയൻ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ആ നിലയ്ക്ക് എന്തെങ്കിലും ആക്ഷേപമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധപ്പെടുത്തി അത് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ മറിച്ച് ഇങ്ങനെ ഒരാളെ അപമാനിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർ, പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാർ വച്ചിരിക്കുന്നു. അത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കാനൊക്കെ സാധിക്കുമോ? അതിനകത്ത് എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ടോ? അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫാക്ട് ഫൈൻഡിങ് ആർക്ക് വേണേൽ അന്വേഷിക്കാൻ അവകാശമുണ്ട്. പക്ഷെ ഒരു ഗവൺമെൻറ് വളഞ്ഞ രീതിയിലൂടെ ഗവർണറുടെ ഇമ്മ്യൂണിറ്റിയെ, ഭരണഘടന നൽകുന്ന ഇമ്മ്യൂണിറ്റിയെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ചില ജാവ്ദേക്കറുമായിട്ടുള്ള ചർച്ചകളുടെയൊക്കെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളുമായി നടത്തുന്ന ചർച്ചകളൊക്കെ പുറത്തു പറയുന്നത് നല്ലതാണോ? എന്താ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, പുറത്തു പറയുന്നതിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള നേതാവ് തന്നെ, ചാർജുള്ള നേതാവ് തന്നെ അഭിപ്രായം പറഞ്ഞതായിട്ടാണ് ഞാൻ പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാനൊരു ഗവർണർ എന്ന നിലയിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ പൊതുവിൽ രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടികളിൽപ്പെട്ടവരും ഒരു അന്യോന്യം സംസാരിക്കുകയും സ്നേഹം പുലർത്തുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശത്രുക്കളല്ല ജനാധിപത്യത്തിലുള്ളത്. ചായ കുടിക്കുന്നതിലൊന്നും തെറ്റില്ല. എതിരാളികൾ ശത്രുക്കളല്ല. പൊളിറ്റിക്കൽ എനിമി എന്ന് പറയുന്ന വാക്കിനോട് തന്നെ എനിക്ക് യോജിപ്പുള്ള ആളല്ല. എതിരാളികളാണ്. അപ്പോൾ എതിരാളികളെ ശത്രുക്കളായി കരുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വ്യക്തിബന്ധങ്ങൾ എല്ലാവരും തമ്മിൽ അന്യോന്യം പുലർത്താം. ഏത് പാർട്ടികളായാലും, ഞാൻ ഒരു പാർട്ടിയെ പറ്റിയല്ല പറയുന്നത്, ഏത് പാർട്ടിയായാലും ഇത്തരം വിവാദങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള വിവാദങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമാകുമോ എന്ന് സംശയിക്കുന്ന ആളാണ് ഞാൻ. നിയമപരമായ പരിരക്ഷ എന്നതുകൊണ്ട് ശരിക്കും പശ്ചിമ ബംഗാൾ ഗവർണർ ഉദ്ദേശിച്ചത് എന്താണ്? എത്രത്തോളം ഇത് കിട്ടുന്നുണ്ട്, പരിരക്ഷ കിട്ടും? അദ്ദേഹത്തെ ഇപ്പം ഗവർണറായിരിക്കുമ്പം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗവർണർക്ക് അങ്ങനെ ഇമ്മ്യൂണിറ്റി ഉണ്ട്, രാഷ്ട്രപതിക്കുമുണ്ട്. വേറെ ആർക്കും അങ്ങനെ ഇമ്മ്യൂണിറ്റി ഇല്ല. തെളിവുകൾ ലഭിക്കും വരെ പശ്ചിമ ബംഗാൾ ഗവർണർക്ക് നിയമപരമായ പരിരക്ഷ ഉണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറയുന്നത്. ക്യാമറാമാൻ ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.